നമസ്കാരം. 9 മണി ഒറ്റനോട്ടത്തിലേക്ക് സ്വാഗതം. ഒറ്റക്കെട്ടായി രാജ്യം. പുൽവാമ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാനെതിരെ വ്യോമാക്രമണം നടത്താൻ ഇന്ത്യ ആലോചിക്കുന്നതായി റിപ്പോർട്ട്. ഇന്ന് നടക്കുന്ന സർവകക്ഷി യോഗത്തിൽ നയതന്ത്ര സൈനിക തലത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന നടപടികളെക്കുറിച്ച് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് വിശദീകരിക്കും. രാവിലെ 11 മണിക്ക് പാർലമെന്റ് ലൈബ്രറി കെട്ടിടത്തിലാണ് യോഗം. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ യുദ്ധപ്രഖ്യാപനങ്ങളോ അനാവശ്യ വെല്ലുവിളികളോ നടത്തരുതെന്ന് ബിജെപി നേതാക്കൾക്ക് പാർട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിദേശ രാജ്യങ്ങളുമായി ഇന്ത്യ ആശയവിനിമയം ആരംഭിച്ചു. 25 രാജ്യങ്ങളിലെ സ്ഥാനപതിമാരുമായും ഇന്ത്യ ചർച്ച നടത്തി. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ഉണ്ണികൃഷ്ണൻ ചേരുകയാണ്. ഉണ്ണി, രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണത്തിന് മറുപടിയായി ഒരു മറു ആക്രമണത്തിന് രാജ്യം തയ്യാറെടുക്കുകയാണ്. ഏത് രീതിയിലുള്ള പദ്ധതികളാണ് രാജ്യം ആവിഷ്കരിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. അമീന, പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ദ്വിമുഖ തന്ത്രങ്ങൾക്കാണ് ഇന്നലെ ചേരുന്ന കേന്ദ്ര മന്ത്രിസഭാ ഉപസമിതി തന്നെ തീരുമാനം ആയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഒന്ന്, നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്നതിനുള്ള നടപടികൾ. മറ്റൊന്ന്, സൈനിക തലത്തിലുള്ള നടപടികൾ. സൈനിക തലത്തിലുള്ള നടപടികളിൽ നിരവധി വിശദമായ പദ്ധതികൾ ചർച്ച ചെയ്ത് അതിന് രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് ഉന്നത സൈനിക വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഒരു പൂർണ്ണമായ യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതയൊന്നുമില്ല, അതിനുള്ള പ്രായോഗികത ഇല്ല എന്ന് സൈനിക ഉദ്യോഗസ്ഥർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ പാകിസ്ഥാന്റെ പാകധീന കശ്മീരിലുള്ള ഭീകര കേന്ദ്രങ്ങൾക്ക് കൃത്യമായ തിരിച്ചടി നൽകാനുള്ള തന്ത്രങ്ങൾക്കാണ് ഇന്ത്യ രൂപം നൽകിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി അതിർത്തിക്കിപ്പുറത്ത് നിന്നുള്ള വ്യോമാക്രമണങ്ങളും മറ്റും പരിശോധനയിൽ ഉണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇക്കാര്യത്തിൽ കൂടുതൽ പരിശോധനകൾക്ക് ശേഷമായിരിക്കും ഇതിലേത് നടപടിയിലൂടെ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകര കേന്ദ്രങ്ങൾക്കും ഭീകരരെ ഇന്ത്യയിലേക്ക് കടത്തിവിടുന്ന സ്ഥലങ്ങൾക്കുമൊക്കെ ശക്തമായ തിരിച്ചടി നൽകണമെന്നതിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കടക്കുക. ഏതായാലും അതിർത്തിയിൽ കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വെടിനിർത്തൽ കരാർ ലംഘനമടക്കം ഉണ്ടായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വേഗത്തിലേക്കുള്ള നടപടികൾ വേണ്ടിവരുമോ എന്ന പരിശോധനകളും നടക്കുന്നുണ്ട്. അതേസമയം ഇന്ന് വളരെ പ്രധാനമായും രാഷ്ട്രീയ തലത്തിൽ നടക്കുന്ന നടപടികൾ സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. 11 മണിക്ക് ശേഷമാണ് സർവകക്ഷി യോഗം നടക്കുക. പാർലമെന്റ് ലൈബ്രറി ബിൽഡിംഗിൽ നടക്കുന്ന സർവകക്ഷി യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ്. പ്രധാനമന്ത്രി ഈ യോഗത്തിൽ പങ്കെടുക്കുമോ എന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. വിവിധ കക്ഷി നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് പാകിസ്ഥാനെതിരായ നടപടികൾക്ക് പിന്തുണ പ്രഖ്യാപിക്കാനാണ് സാധ്യതയുള്ളത്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തന്നെ പാകിസ്ഥാനെതിരായ എല്ലാ നടപടികൾക്കും പൂർണ്ണ പിന്തുണ നൽകും എന്ന് വ്യക്തമാക്കിയിരുന്നു. രാജ്യത്ത് ഇക്കാര്യത്തിൽ ഭിന്നതയില്ല, ഒറ്റക്കെട്ടായി നിൽക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയമായി ഇക്കാര്യത്തിൽ ഒരു ഒറ്റക്കെട്ടായ പ്രഖ്യാപനം നടത്താനായിരിക്കും സർവകക്ഷി യോഗത്തിലൂടെ ഉണ്ടാകുന്ന ശ്രമം. ഏതായാലും ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്നലെ തന്നെ കശ്മീർ സന്ദർശിച്ചതാണ്. അവിടെ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തിയിരുന്നു. ആ ചർച്ചയിലെ വിലയിരുത്തലുകളൊക്കെ ഇന്ന് സർവകക്ഷി യോഗത്തെ അറിയിക്കാനുള്ള സാധ്യതയാണുള്ളത്. അതേസമയം നയതന്ത്ര തലത്തിലെ നീക്കങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് കൂടുതൽ പിന്തുണ ആർജിക്കാൻ കഴിയുന്നുണ്ട്. അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയും അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും ഇന്ത്യയെ ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിരിക്കുന്ന പ്രസ്താവനകൾ ഇതിന് തെളിവാണ്. പാകിസ്ഥാനെ ഈ ഭീകരാക്രമണത്തിലും ഭീകര ശക്തികൾക്ക് പിന്തുണ നൽകുന്നതിലും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതിനും കർശന നടപടിയെടുക്കുന്നതിനും എല്ലാ പിന്തുണയും സഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നുവെന്നാണ് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയുടെ പ്രസ്താവനയിൽ അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇന്ത്യയുടെ സ്വയം പ്രതിരോധത്തിനും അമേരിക്ക പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശരി, ഡൽഹിയിൽ നിന്നും ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കശ്മീർ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ ചാരസംഘടനയായ ISIക്ക് പങ്കെന്ന അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികൾ 40 ജവാന്മാരുടെ ജീവനെടുത്ത സ്ഫോടനത്തിന് ഉപയോഗിച്ചത് 80 കിലോ RDX ആണെന്നും പ്രാഥമിക റിപ്പോർട്ടുകൾ പുറത്തുവന്നു. വിവിധ ദേശീയ അന്വേഷണ ഏജൻസികൾ സ്ഫോടന സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. ജമ്മു കാശ്മീർ ഭീകരാക്രമണത്തിൽ പാക് ചാരസംഘടനയായ ISIക്ക് പങ്കുണ്ടെന്ന നിഗമനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാണ് അമേരിക്കൻ അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട്. CIA-യിലെ മുൻ അനലിസ്റ്റ് ബ്രൂസ് റീഡർ ആണ് ISIയുടെ പങ്ക് സംബന്ധിച്ച സംശയങ്ങൾ പരസ്യമാക്കിയത്. സ്ഫോടനം നടത്താൻ ജെയ്ഷെ മുഹമ്മദിന് ISIയുടെ സഹായം ലഭിച്ചിട്ടുണ്ട്. ആക്രമണത്തിന്റെ ആസൂത്രണം നടന്നത് പാകിസ്ഥാനിലാണെന്ന് സംശയിക്കുന്നതായും റീഡൽ പറഞ്ഞു. ഒബാമയുടെ ഭരണകാലത്ത് ദേശീയ സുരക്ഷാ കൌൺസിൽ ഉദ്യോഗസ്ഥനായിരുന്ന അനീഷ് ഗോയലും ഇതേ അഭിപ്രായം പങ്കുവച്ചു. ദേശീയ അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥരും കേന്ദ്ര ഫോറൻസിക് സംഘവും സംയുക്ത അന്വേഷണങ്ങളാണ് നടത്തുന്നത്. സ്ഫോടനം നടന്ന സ്ഥലത്തിന്റെ 15 കിലോമീറ്റർ ചുറ്റളവിലാണ് NIA-യുടെ അന്വേഷണം. സ്ഫോടന സാമഗ്രികൾ വാഹനത്തിൽ സ്ഥാപിച്ചത് ആക്രമണത്തിന്റെ തലേദിവസം മാത്രമാണെന്നാണ് വിലയിരുത്തൽ. 80 കിലോ RDX ആണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് നിഗമനം. 350 കിലോ സ്ഫോടക വസ്തു ഉണ്ടായിരുന്നുവെന്ന ആദ്യ റിപ്പോർട്ട് ശരിയല്ലെന്നും NIA വിലയിരുത്തുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.
പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പുമായി അമേരിക്ക. തീവ്രവാദികൾക്ക് പിന്തുണ നൽകുന്നത് പാകിസ്ഥാൻ അവസാനിപ്പിക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടു. ഭീകരർക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കി. സ്വയം പ്രതിരോധത്തിനുള്ള ഇന്ത്യയുടെ നടപടികളെ അമേരിക്ക പൂർണ്ണമായും പിന്തുണയ്ക്കും. അന്താരാഷ്ട്ര സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നവരെ പാകിസ്ഥാൻ സഹായിക്കരുതെന്നും വിദേശകാര്യ സെക്രട്ടറി പ്രസ്താവനയിൽ പറഞ്ഞു. പുൽവാമ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട വയനാട് ലക്കിടി സ്വദേശി വസന്തകുമാറിന്റെ ഭൌതിക ശരീരം കേരളത്തിലെത്തിക്കുന്നത് വൈകും. ഉച്ചയ്ക്ക് 2:15 മൃതദേഹം കരിപ്പൂരിലെത്തിക്കുക. രാവിലെ എത്തിക്കുമെന്നായിരുന്നു ആദ്യ റിപ്പോർട്ട്. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും അശ്വിൻ വല്ലത്ത് ചേരുകയാണ്. അശ്വിൻ, രാവിലെ 9 മണിയോടുകൂടി മൃതദേഹം നാട്ടിലെത്തിക്കുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ 2:15 എന്നുള്ള പുതിയ സമയം പുറത്തുവരുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വൈകലിന് കാരണം? അമീന, നേരത്തെ ഉണ്ടായിരുന്ന സൂചനകൾ ഇന്ത്യൻ എയർലൈൻസിന്റെ വിമാനത്തിൽ കരിപ്പൂർ എയർപോർട്ടിൽ വസന്തകുമാറിന്റെ മൃതദേഹം എത്തിക്കുമെന്നുള്ള നിലയ്ക്കായിരുന്നു. അതനുസരിച്ചായിരുന്നു ആദ്യം 5:15 എന്ന സമയവും പിന്നീട് 8:30 എന്ന സമയവും നിശ്ചയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ചില സാങ്കേതിക കാരണങ്ങളാൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെ പ്രത്യേക വിമാനത്തിലാണ് മൃതദേഹം എത്തിക്കുന്നത്. വസന്തകുമാർ ഉൾപ്പെടെ കൊല്ലപ്പെട്ട 4 സൈനികരുടെ മൃതദേഹങ്ങൾ എത്തിക്കാനുണ്ട്. അത് തൃച്ചിയിലും അതേപോലെ തന്നെ മധുരയിലും ആദ്യം 2 മൃതദേഹങ്ങൾ എത്തിച്ചതിന് ശേഷം മാത്രമായിരിക്കും വസന്തകുമാറിന്റെ മൃതദേഹം കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് എത്തുക. അത് ഏതാണ്ട് 2:30 ഇതാണ് പെട്ടെന്ന് ഇങ്ങനെയുള്ളൊരു മാറ്റം ഉണ്ടായത്. കാരണം മന്ത്രിമാരടക്കമുള്ളവർ നേരത്തെ തന്നെ വിമാനത്താവളത്തിലെത്തി മൃതദേഹം ഏറ്റുവാങ്ങുന്നതിനുള്ള ഒരുക്കങ്ങളൊക്കെ നേരത്തെ പൂർത്തിയായിരുന്നു. പക്ഷേ ഏതാണ്ട് ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഇത്തരം ഒരു മാറ്റം സംബന്ധിച്ച അറിയിപ്പ് ലഭിച്ചത്. ഏതായാലും 2:30 കരിപ്പൂർ വിമാനത്താവളത്തിൽ മൃതദേഹം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിന്ന് ആംബുലൻസിൽ നേരെ വയനാട്ടിലേക്ക് കൊണ്ടുവരും. പിന്നെ ലക്കിടി LP സ്കൂളിൽ വസന്തകുമാർ പഠിച്ച ലക്കിടി LP സ്കൂളിലാണ് പൊതുദർശനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഒരുക്കങ്ങൾ ഏതാണ്ട് രാവിലെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. നേരത്തെ നിശ്ചയിച്ചിരുന്ന സമയമനുസരിച്ച് രാവിലെ മുതൽ പൊതുദർശനം നടത്തും. ഏതാണ്ട് 10 മണിയോടെ പൊതുദർശനം തുടങ്ങും എന്നുള്ള നിലക്കായിരുന്നു സൂചനകൾ. അതനുസരിച്ച് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. പിന്നീട് വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. തുടർന്ന് ഇവരുടെ തൃക്കൈപ്പറ്റയിലുള്ള കുടുംബ ശ്മശാനത്തിലാവും സംസ്കാരം. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോട് കൂടി തന്നെയായിരിക്കും സംസ്കാരം ഉണ്ടാവുക. മന്ത്രിമാരായ കടന്നപ്പള്ളി രാമേന്ദ്രൻ, അതേപോലെ തന്നെ മന്ത്രി TP രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസ്കാര ചടങ്ങിൽ സംബന്ധിക്കും. ഏതായാലും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇന്ന് വൈകുന്നേരത്തോടുകൂടി മൃതദേഹം വയനാട്ടിലേക്ക് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വയനാട് മുഴുവൻ വലിയ ദുഃഖത്തിലാണ്. രാവിലെ മുതൽ തന്നെ വലിയൊരു ഒഴുക്ക് തന്നെ ഈ ലക്കിടി LP സ്കൂളിലേക്കും അതേപോലെ തന്നെ വസന്തകുമാറിന്റെ വീട്ടിലേക്കും ജനങ്ങളുടെ ഒരു ഒഴുക്ക് തന്നെ കാണാനുണ്ട്. രാവിലെ മുതൽ ഈ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തുന്ന ജനങ്ങൾ വസന്തകുമാറിന്റെ വീട്ടിലേക്ക് രാവിലെ മുതൽ എത്തുന്നു. ഏതായാലും സമയം സംബന്ധിച്ച് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം ഏതാണ്ട് കൃത്യമാണ്. ഇനി ഇതിൽ മാറ്റമുണ്ടാവില്ല എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ശരി അശ്വിൻ. കശ്മീരിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ജവാന്മാർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് കേരളവും. കോഴിക്കോട് പോലീസ് ഉദ്യോഗസ്ഥർ മെഴുകുതിരികൾ തെളിയിച്ച് മൌന പ്രാർത്ഥന നടത്തി. സിറ്റി കമ്മീഷണർ സഞ്ജയ് കുമാർ ഗുരുവിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ്. കമ്മീഷണർ ഓഫീസിന് മുന്നിൽ നടന്ന പരിപാടിയിൽ നിരവധി പോലീസുകാർ പങ്കെടുത്തു. തിരഞ്ഞെടുപ്പ് വാർത്തകൾ. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരീക്ഷണങ്ങൾ നടത്തില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. വിജയസാധ്യത മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത്. തൃശൂർ MPയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടന്നിട്ടില്ല. പ്രവർത്തകരെ പാർട്ടി ചിഹ്നത്തിൽ മാത്രമേ മത്സരിപ്പിക്കുകയുള്ളൂ എന്നാണ് പാർട്ടി തീരുമാനം. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും കാനം വ്യക്തമാക്കി. ന്യൂസ് 18 വരികൾക്കിടയിൽ എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അനേകം പാർലമെന്റ് സീറ്റുകൾ വിജയിക്കാൻ സാധ്യതയുള്ളൊരു പാർട്ടിയാണ് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമല്ലേ പരീക്ഷണങ്ങളെല്ലാം നടത്തൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിജയസാധ്യതയാണ് പ്രധാനപ്പെട്ട മാനദണ്ഡമായിട്ട് ഞങ്ങൾ സ്വീകരിക്കുന്നത്. തൃശ്ശൂർ സിറ്റിംഗ് MP ഒരു ഫിറ്റ് കാൻഡിഡേറ്റ് അല്ല എന്നൊരു വലിയ പ്രചരണം നടക്കുന്നുണ്ട്. അങ്ങനെ ചെറിയ ആളുകൾക്ക് അഭിപ്രായം ഉണ്ടാകാം. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചർച്ച നടത്തി അങ്ങനെ ഒരു അഭിപ്രായ രൂപീകരണം ഞാൻ നടത്തിയിട്ടില്ലാത്തത് കൊണ്ട് എനിക്കതിനെ സംബന്ധിച്ച് പറയാൻ സാധ്യമല്ല എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. പാർലമെൻറ്റ് മെമ്പറുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് വിജയസാധ്യതയുടെ അടിസ്ഥാനത്തിൽ ഒരു വിലയിരുത്തലും ഇതുവരെ നടത്തിയിട്ടില്ല. പാർട്ടി പ്രവർത്തകരെ, പാർട്ടി അംഗങ്ങളെ പാർട്ടി ചിഹ്നത്തിൽ മാത്രമേ മത്സരിപ്പിക്കാൻ പാടുള്ളൂ എന്ന് ഞങ്ങൾ കർശനമായി തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടിട്ടാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയത്.
ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെയും ബി.ജെ.പിയെയും നേരിടാനുള്ള ഐക്യനിര പടുത്തുയർത്തുകയാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് കാനം രാജേന്ദ്രൻ. ഒരു ശത്രുവിനെ എതിർക്കാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ പാർട്ടിക്ക് ഗുണമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും കാനം അഭിമുഖത്തിൽ വ്യക്തമാക്കി. ബംഗാളിൽ കോൺഗ്രസും അല്ലെങ്കിൽ മറ്റിടതുപക്ഷ പാർട്ടികളും പരസ്പരം സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റോ സഹകരണമോ ഉണ്ടാകുന്നു. ഒരു മുന്നണിയൊന്നുമില്ല. അതുണ്ടാകുന്നത് അവിടെ ഞങ്ങൾ എതിർക്കേണ്ട പ്രധാനപ്പെട്ട ശത്രു എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസും അതേപോലെ തന്നെ ബി.ജെ.പിയുമാണ് എന്നതുകൊണ്ട് അവർക്ക് രണ്ടിനുമെതിരായി ഒരു വിശാലമായ ഐക്യനിര പടുത്തുയർത്താനുള്ള പരിശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. CPIയുടെ ഒരു ദേശീയ കാഴ്ചപ്പാട്, ഈ കോൺഗ്രസ് ഇടത് സഹകരണം ബംഗാളിൽ ഇപ്പോൾ തറപറ്റിയ അവസ്ഥയിലാണല്ലോ ഇടത് പാർട്ടികൾ. എത്രമാത്രം ഒരു തിരിച്ചുവരവിന് സാധ്യത ഒരുക്കും? അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ നമുക്ക് അങ്ങനെ പ്രൊഡിക്റ്റ് ചെയ്യാൻ സാധ്യത. രാഷ്ട്രീയം എന്ന് പറയുന്നത് ജ്യോതിഷമല്ല. ഒരു ശത്രുവിനെ എതിർക്കാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ അതിന് ഗുണമുണ്ടാകും എന്ന് വേണം ആത്മാർത്ഥമായി പ്രതീക്ഷിക്കാൻ. കാനം രാജേന്ദ്രനുമായുള്ള അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം വരികൾക്കിടയിൽ എന്ന പരിപാടിയിൽ നാളെ രാവിലെയും രാത്രി 9 മണിക്കും കാണാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ മാർച്ച് ആദ്യം പ്രഖ്യാപിക്കും. കേരള സംരക്ഷണ യാത്ര കഴിഞ്ഞാലുടൻ സ്ഥാനാർത്ഥി നിർണയത്തിന് CPM-ന്റെയും CPI-യുടെയും നേതൃയോഗങ്ങൾ ചേരും. കോടിയേരി ബാലകൃഷ്ണനും കാനം രാജേന്ദ്രനും നയിക്കുന്ന മേഖലാ ജാഥകൾ മാർച്ച് 2-ന് തൃശൂരിൽ സമാപിക്കും. തൊട്ടുപിന്നാലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ CPM-ഉം CPI-യും നേതൃയോഗങ്ങൾ ചേരും. കഴിഞ്ഞ തവണ മത്സരിച്ച 4 സീറ്റുകളിൽ തന്നെ ഇത്തവണയും മത്സരിക്കാനാണ് CPI തീരുമാനം. ജില്ലാ കമ്മിറ്റികളോട് സ്ഥാനാർത്ഥികളുടെ പാനൽ കൈമാറാൻ CPI സംസ്ഥാന കൌൺസിൽ നേരത്തെ നിർദ്ദേശിച്ചിട്ടുണ്ട്. മാർച്ച് 3-ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേർന്ന് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ധാരണയുണ്ടാക്കും. 4-ന് ചേരുന്ന സംസ്ഥാന കൌൺസിൽ യോഗം സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകും. തിരുവനന്തപുരത്ത് പ്രധാന നേതാക്കളെ തന്നെ മത്സരിപ്പിക്കണമെന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ അഭിപ്രായം. സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ, ദേശീയ കൺട്രോൾ കമ്മീഷൻ അധ്യക്ഷൻ പന്നിൻ രവീന്ദ്രൻ, ദേശീയ മഹിളാ ഫെഡറേഷൻ അഖിലേന്ത്യാ സെക്രട്ടറി ആനി രാജ, ബിനോയ് വിശ്വം MP എന്നിവരുടെ പേരുകളാണ് ജില്ലാ നേതൃത്വത്തിന്റെ പരിഗണനയിൽ. ഇതിൽ കാനം രാജേന്ദ്രനും പന്നിൻ രവീന്ദ്രനും മത്സരിക്കാനില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിലും ജില്ലാ കമ്മിറ്റിയുടെ പട്ടികയിൽ കാനത്തെ ഉൾപ്പെടുത്തും. തൃശൂരിൽ നിലവിലെ MP N ജയദേവിന് പുറമെ KP രാജേന്ദ്രന്റെ പേരും പരിഗണനയിലുണ്ട്. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VP സുനീറാകും വയനാട് സ്ഥാനാർത്ഥി. മാവേലിക്കരയിൽ അടൂർ MLA ചിറ്റയം ഗോപകുമാർ, K ദേവകി എന്നിവരുടെ പേരുകൾക്കാണ് മുൻതൂക്കം. KPMS നേതാവ് പുന്നല ശ്രീകുമാറും പരിഗണനയിലുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിന് CPM നേതൃയോഗങ്ങൾ മാർച്ച് 5-ന് ആരംഭിക്കും. 5-നും 6-നും സംസ്ഥാന സെക്രട്ടേറിയറ്റും 7-നും 8-നും സംസ്ഥാന സമിതിയും യോഗം ചേരും. നിലവിലെ MPമാരിൽ കണ്ണൂരിൽ PK ശ്രീമതി, പാലക്കാട് MP രാജേഷ്, ആറ്റിങ്ങലിൽ A സമ്പത്ത്, ഇടുക്കിയിൽ ജോയിസ് ജോർജ് എന്നിവർക്ക് ഒരവസരം കൂടി നൽകും. ആലത്തൂരിൽ PK ബിജുവിന് പകരം K രാധാകൃഷ്ണനും കാസർഗോഡ് P കരുണാകരന് പകരം സതീഷ് ചന്ദ്രനും സ്ഥാനാർത്ഥികളാകും. പാർട്ടിക്ക് സ്വാധീനം കുറവുള്ള മേഖലകളിൽ ഇത്തവണയും പൊതുസമ്മതരെ ഇറക്കാനാണ് CPM ആലോചന. ന്യൂസ് 18 തിരുവനന്തപുരം. LDF-ന്റെ വടക്കൻ മേഖലയിലെ കേരള സംരക്ഷണ യാത്രയ്ക്ക് ഇന്ന് കാസർഗോഡ് തുടക്കമാകും. ഉപ്പളയിൽ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വൈകിട്ട് ജാഥ ഉദ്ഘാടനം ചെയ്യും. വികസന വിരുദ്ധതയും വിദ്വേഷ രാഷ്ട്രീയവും ചൂണ്ടിക്കാട്ടി BJP അധികാരത്തിൽ നിന്നും പുറത്താക്കാൻ ആഹ്വാനം ചെയ്താണ് ഇടതുമുന്നണിയുടെ കേരള സംരക്ഷണ യാത്ര. ഇടതുമുന്നണി കേരള സംരക്ഷണ യാത്രയുടെ തെക്കൻ മേഖലാ ജാഥ തിരുവനന്തപുരത്ത് പര്യടനം തുടരുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് ജാഥ ക്യാപ്റ്റൻ. കാട്ടാക്കട, അരുവിക്കര, നെടുമങ്ങാട്, വാമനപുരം നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഇന്ന് ജാഥയുടെ പര്യടനം. 2 മേഖലാ യാത്രകളും മാർച്ച് 2-ന് തൃശൂരിൽ സംഗമിച്ച് സമാപിക്കും. BDJS-ഉമായുള്ള സീറ്റ് വിഭജനം പൂർത്തിയായെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള. സീറ്റ് വിവരം പിന്നീട് വ്യക്തമാക്കാമെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം താൻ മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക പാർട്ടിയിലെ ചർച്ചകൾക്ക് ശേഷമെന്ന് തുഷാർ വെള്ളാപ്പള്ളിയും വ്യക്തമാക്കി. കൊച്ചിയിൽ നടന്ന BJP BDJS കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ഇരു നേതാക്കളുടെയും പ്രതികരണം. കുമ്മനത്തിന് വേണ്ടി RSS. തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരൻ തന്നെ സ്ഥാനാർത്ഥിയാകണമെന്നാണ് RSSന്റെ ആവശ്യം. കേരളത്തിൽ RSS നിർദ്ദേശിച്ച ഏക സ്ഥാനാർത്ഥിയും കുമ്മനമാണ്. അതേസമയം മത്സരിക്കുന്ന കാര്യത്തിൽ കുമ്മനം ഇനിയും മനസ്സ് തുറന്നിട്ടില്ല. നിലവിൽ കേരളത്തിലുള്ള അദ്ദേഹം അനുയായികളുമായി തിരക്കിട്ട കൂടിയാലോചനകളിലാണ്. തിരുവനന്തപുരം മണ്ഡലത്തിൽ മാത്രമാണ് BJPക്ക് RSS ജയസാധ്യത കാണുന്നത്. ഇവിടെ കുമ്മനത്തെ തന്നെ ഇറക്കണമെന്നാണ് RSSന്റെ നിർദ്ദേശം. BJP നേതൃത്വത്തിന് RSS നൽകിയ സ്ഥാനാർത്ഥി പട്ടികയിലെ ഏക പേരും കുമ്മനത്തിൻ്റെതാണ്. കുമ്മനത്തെ മുൻപ് സംസ്ഥാന അധ്യക്ഷനായി നിർദ്ദേശിച്ചതും അവരോധിച്ചതും
RSS ആയിരുന്നു. എന്നാൽ സംസ്ഥാന അധ്യക്ഷനായിരിക്കെ കുമ്മനത്തെ BJP മിസോറാം ഗവർണറാക്കി. ആ നടപടിയോട് കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തിയ RSS BJPയുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെടാതെ മാറി നിൽക്കുകയായിരുന്നു. ശബരിമല വിഷയത്തിൽ BJPയുടെ പ്രതിരോധവും പ്രതിഷേധവും പാളിയപ്പോഴാണ് RSS വീണ്ടും BJP രാഷ്ട്രീയത്തിൽ ഇടപെട്ടത്. എന്നാൽ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പരസ്പരം പോരടിക്കുന്ന BJP സംസ്ഥാന നേതൃത്വം ഇപ്പോഴും RSS ഇടപെടലിനോട് പൂർണ്ണമായും പൊരുത്തപ്പെട്ടിട്ടില്ല എന്നാണ് സൂചന. കുമ്മനത്തെ വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാക്കാനുള്ള RSSന്റെ ശ്രമത്തോടാണ് ഒരു വിഭാഗത്തിന്റെ എതിർപ്പ്. ഈ വിഭാഗമാണ് തിരുവനന്തപുരത്ത് സുരേഷ് ഗോപിക്കായുള്ള ചരടുവലി നടത്തുന്നത്. ചരടുവലികളും കരുക്കൾ വെച്ചുള്ള കളികളും തുടരുമ്പോഴും കുമ്മനം രാജശേഖരൻ മത്സരിക്കുന്ന കാര്യത്തിൽ RSSനോട് പോലും നിലപാട് വ്യക്തമാക്കിയിട്ടില്ലെന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. കുമ്മനം ഇപ്പോൾ കേരളത്തിലുണ്ട്. അടുത്ത അനുയായികളുമായി കൂടിക്കാഴ്ചകളും ചർച്ചകളും നടത്തുകയാണ് അദ്ദേഹം. ഇതിനുശേഷമേ തീരുമാനമെടുക്കൂ. 22-ന് അമിത്ഷാ കേരളത്തിലെത്തുമ്പോൾ കുമ്മനത്തിന്റെ പേര് RSS നേരിട്ട് നിർദ്ദേശിക്കും. ഫെബ്രുവരി 17-ന് മിസോറാമിലേക്ക് തിരിച്ചുപോകുന്ന കുമ്മനം അനുകൂല നിലപാടുണ്ടായാൽ സ്ഥാനം രാജിവെച്ച് തിരിച്ചെത്തും. ശബരിമലയുടെ പശ്ചാത്തലത്തിൽ കുമ്മനത്തിന് കൂടുതൽ വോട്ട് സമാഹരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. 2016-ൽ വട്ടിയൂർക്കാവിൽ കാഴ്ചവെച്ച പ്രകടനം ആവർത്തിച്ചാൽ മണ്ഡലം പിടിക്കുക അസാധ്യമല്ലെന്നും സംഘപരിവാർ കണക്കുകൂട്ടുന്നു. BJP സംസ്ഥാന നേതൃത്വത്തെയോ RSSനെയോ ആരെ അമിത്ഷാ വിശ്വാസത്തിലെടുക്കും എന്നതിനെ ആശ്രയിച്ചാകും കുമ്മനത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിലെ അന്തിമ തീരുമാനം. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. തമിഴ്നാട്ടിൽ BJPയും അണ്ണാ-DMKയും തമ്മിൽ സീറ്റ് ധാരണയിലെത്തി. 25 സീറ്റ് അണ്ണാ-DMKയ്ക്കും 15 സീറ്റ് BJPക്കും നൽകാനാണ് തീരുമാനം. BJPക്ക് ലഭിക്കുന്ന 15 സീറ്റുകളിൽ 8 പാർട്ടി നേരിട്ട് മത്സരിക്കും. ശേഷിച്ച 7 സീറ്റുകളിൽ 4 പട്ടാളി മക്കൾ കക്ഷിക്കും 3 MDAയ്ക്കും നൽകും. അണ്ണാ-DMKയ്ക്ക് ലഭിക്കുന്ന 25 സീറ്റുകളിൽ 1 GK വാസന്റെ TMCക്ക് നൽകാനും ധാരണയായി. മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി, ഉപമുഖ്യമന്ത്രി O പന്നീർശെൽവം എന്നിവരുമായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. അമേരിക്കയിൽ അടിയന്തരാവസ്ഥ. പ്രത്യേക രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. US മെക്സിക്കൻ അതിർത്തിയിൽ മതിൽ നിർമ്മിക്കാനുള്ള പണം കിട്ടാനാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനം. എന്നാൽ അതിർത്തിയിൽ മതിയായ സുരക്ഷയുണ്ടെന്നും സർക്കാർ ഖജനാവിൽ നിന്ന് പണമെടുത്ത് മതിൽ നിർമ്മിക്കേണ്ടെന്നുമാണ് പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകളുടെ നിലപാട്. വ്യാജരേഖ ചമച്ചു എന്ന പരാതിയിൽ യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസിനെതിരെ പോലീസ് കേസെടുത്തു. ജെയിംസ് മാത്യു MLA നൽകിയ പരാതിയിലാണ് നടപടി. ഇൻഫർമേഷൻ കേരള മിഷനിൽ CPM നേതാവ് കോലിയക്കോട് കൃഷ്ണൻ നായരുടെ സഹോദരപുത്രനെ നിയമിച്ചത് ചോദ്യം ചെയ്ത് ജെയിംസ് മാത്യു മന്ത്രി AC മൊയ്തീന് കത്തയച്ചുവെന്ന് PK ഫിറോസ് വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ മെച്ചപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാണ് കത്ത് നൽകിയതെന്ന് ജെയിംസ് മാത്യു വ്യക്തമാക്കിയിരുന്നു. ഈ കത്തിൽ PK ഫിറോസ് തിരുത്തലുകളും കൂട്ടിച്ചേർക്കലുകളും വരുത്തിയെന്നായിരുന്നു ജെയിംസ് മാത്യുവിന്റെ ആരോപണം. ജെയിംസ് മാത്യുവിന്റെ പരാതിയിൽ കോഴിക്കോട് വെള്ളയിൽ പോലീസാണ് കേസെടുത്തത്. കൊട്ടിയൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വൈദികൻ പീഡിപ്പിച്ച കേസിൽ കോടതി ഇന്ന് വിധി പറയും. ഫാദർ റോബിൻ വടക്കുംചേരിയാണ് കേസിലെ 1-ാം പ്രതി. താലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിച്ചത്. തങ്കമ്മ നെല്ലിയാനി, ഡോക്ടർ ലിസ് മരിയ, സിസ്റ്റർ അനീറ്റ, സിസ്റ്റർ ഒഫീലിയ, തോമസ് ജോസഫ് തേരകം, ഡോക്ടർ ബെറ്റി ജോസഫ് എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ. കമ്പ്യൂട്ടർ പഠിക്കാനെത്തിയ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വൈദികൻ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നാണ് കേസ്. പെൺകുട്ടി പ്രസവിച്ചത് മറച്ചുവെച്ച് അതിന് ഒത്താശ ചെയ്തു എന്നാണ് മറ്റു പ്രതികൾക്കെതിരെയുള്ള കുറ്റം. വിചാരണ വേളയിൽ പെൺകുട്ടിയും മാതാപിതാക്കളും കൂറുമാറിയിരുന്നു. വിവാഹ സൽക്കാര ചടങ്ങിന് ഗാനമേളയും ഡാൻസും നടത്തിയതിന്റെ പേരിൽ വിലക്ക് ഏർപ്പെടുത്തിയതിനു പുറമെ കുടുംബത്തിനെതിരെ നിയമ നടപടിക്കൊരുങ്ങി മഹല്ല് കമ്മിറ്റി. പള്ളി വിലക്ക് ഏർപ്പെടുത്തിയെന്ന ആരോപണം ഉന്നയിച്ച് പാലക്കാട് തൃത്താല ആലൂർ സ്വദേശി ഡാനിഷ് റിയാസിനെതിരെയാണ് നിയമ നടപടിക്കൊരുങ്ങുന്നത്. വിവാഹ ചടങ്ങുകളിൽ ഗാനമേളയും ഡാൻസും നടത്തുന്നതിന് നിയന്ത്രണം തുടരാനും മഹല്ല് കമ്മിറ്റി തീരുമാനിച്ചു. തൃത്താല ആലൂർ സ്വദേശി ഡാനിഷ് റിയാസ് ഫേസ്ബുക്കിലൂടെ മുഖ്യമന്ത്രിക്കും തൃത്താല MLA VT ബലറാമനും എഴുതിയ തുറന്ന കത്തിലാണ് ആലൂർ മഹല്ല് കമ്മിറ്റി കുടുംബത്തിനെ വിലക്കി എന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. കഴിഞ്ഞ ഡിസംബർ 28-ന് നടന്ന സഹോദരന്റെ വിവാഹ ചടങ്ങിൽ ഓർക്കസ്ട്ര ഉപയോഗിച്ചു, സ്ത്രീകൾ വേദിയിൽ കയറി ഫോട്ടോയെടുത്തു, സ്ത്രീകൾ മൈക്കിൽ സംസാരിച്ചു തുടങ്ങിയ കാരണങ്ങൾ കാണിച്ച് മഹല്ല് കമ്മിറ്റി കുടുംബത്തെ വിലക്കി എന്നായിരുന്നു പരാതി. അനിയൻ തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞ് അനിയൻ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് അവോയ്ഡ് ചെയ്തപ്പോഴാണ് ഞാൻ ഇത് പോസ്റ്റ് ഇട്ടത്. ഞാൻ അതുകൊണ്ട് എനിക്ക് അവരങ്ങനെ ഇപ്പം ഒന്നും എടുത്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് സന്തോഷം. ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും വ്യാജപ്രചരണം നടത്തിയതിന് ഡാനിഷ് റിയാസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മഹല്ല് കമ്മിറ്റി വ്യക്തമാക്കി. മഹല്ല് കമ്മിറ്റി അത്ര ആരോപണങ്ങൾ ശുദ്ധ കളവാണ്. അങ്ങനത്തെ ഒരു സംഭവം ആദ്യം ഉണ്ടായിട്ടില്ല.
ഇവിടെ ഊരുവിലക്കോ അല്ലെങ്കിൽ കുടുംബത്തെ ബഹിഷ്കരിക്കുന്ന സംഭവം ഉണ്ടായിട്ടില്ല. അത് വെറുതെ ഉള്ളത് നുണപ്രചരണമാണ്. ആരെയും വിലക്കിയിട്ടില്ലതും വിവാഹ ചടങ്ങുകളിൽ ഗാനമേളയും ഡാൻസും ഉൾപ്പെടെ നടത്തുന്നത് വിവാഹധൂർത്തായതിനാൽ ഇതിനുള്ള നിയന്ത്രണം തുടരുമെന്നും മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. മാതൃകാപരമായ പരിപാടികളുമായിട്ടാണ് മഹല്ല് കമ്മിറ്റി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഈ വിവാഹധൂർത്ത് അതുപോലെ തന്നെ ഈ അനിസ്ലാമിക കാര്യങ്ങളൊന്നും നമ്മുടെ മഹല്ലിൽ ഉണ്ടാവുകയില്ല എന്നാണ് ഇന്നത്തെ ജനറൽ ബോഡികൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായി ഡാനിഷ് റിയാസ് വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച തെളിവുകൾ പുറത്തുവിടുമെന്നും റിയാസ് പറഞ്ഞു. ന്യൂസ് 18 പാലക്കാട്.